ലോകരക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിപ്പാൻ സമയം ചെലവഴിക്കുന്ന വിശുദ്ധന്മാർക്ക് വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ്. ദൈവദാസനായിരുന്ന യോഹന്നാൻ തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ താൻ ഒരിക്കലും ആരാകുന്നു എന്ന് പറഞ്ഞില്ല, ആരല്ല എന്നും പറഞ്ഞില്ല. യേശുക്രിസ്തുവിനെ വരച്ച് കാണിച്ച് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് കർത്താവിൻ്റെ അപ്പസ്തലനായിരുന്ന യോഹന്നാൻ എഴുതിയത് ഇങ്ങനെയാണ്: ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. യാതൊരു വിവരണവും യോഹന്നാൻ അപ്പസ്തലൻ, യോഹന്നാൻ സ്നാപനെക്കുറിച്ച് ധാരാളമായി പറയുന്നില്ല. ദൈവവചന ശുശ്രൂഷയിലും എല്ലാ ശുശ്രൂഷകന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം അതാണ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായി വേറെ ഒരിടത്ത് എന്ന ആ സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി ആരാണെന്നല്ല വിളംബരം ചെയ്യുന്നത്, താൻ ഏത് സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നുവോ, ഏത് സാധനത്തെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്നുവോ അതിനെക്കുറിച്ച് പറയുകയാണ്. അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാത്ത വിധത്തിൽ ദൈവവചന ശുശ്രൂഷ നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് G2R അഥവാ ജെനസിസ് ടു റെവലേഷൻ. പത്രോസ് അപ്പസ്തലനും തൻ്റെ ലേഖനങ്ങളിൽ താൻ ആരാണെന്ന് അധികമായി ഒന്നും വെളിപ്പെടുത്തുന്നില്ല. ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം രാജകീയ പുരോഹിതവർഗം ആകുന്നുവെന്നും നമ്മളെ വിളിച്ചിരിക്കുന്ന ലക്ഷ്യം എന്താകുന്നുവെന്നും നാം ആരൊക്കെയാണെന്നും ഒറ്റ വാക്യത്തിൽ പത്രോസ് പറഞ്ഞ വാക്യത്തെ അടിസ്ഥാനമാക്കി നാം ചിന്തിക്കുന്നത്. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവവുമായി ബന്ധം പുലർത്തുവാൻ, ഒരു പാപിയെ ദൈവവുമായി നിരപ്പിക്കുവാൻ, ഒരു അകൃത്യക്കാരനെ ദൈവവുമായി നിരപ്പിക്കുവാൻ, സമാധാനം ലഭിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സമാധാനത്തിൻ്റെ അടയാളമായി യാഗമർപ്പിക്കുവാൻ, ഒരു പ്രവാചകനെയോ പുരോഹിതനെയോ ഒരു രാജാവിനെയോ ജനങ്ങളുടെ നടുവിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ നടത്തുന്ന ശുശ്രൂഷകൾ, കരപൂരണയാഗം ഇത്യാദി വിഷയത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിഴലിൽ നിന്ന് പൊരുളിലേക്ക്, സ്തോത്രം, അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക്, ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്ക്, താൽക്കാലികമായതിൽ നിന്ന് നിത്യതയിലേക്ക് ഉള്ള ദൈവവചനമാണ് ഇത്. തിരുവചനത്തിലെ ഇതര യാഗങ്ങൾ, 6 യാഗങ്ങളെക്കുറിച്ച് ലേവ്യ പുസ്തകം 7-ാം അധ്യായം 37 കാണുമ്പോൾ ഇത് മാത്രവുമല്ലാതെ വേറെ യാഗങ്ങളെപ്പറ്റി തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ യാഗത്തെക്കുറിച്ചാണ് അഥവാ ആ യാഗങ്ങളെക്കുറിച്ചാണ് തുടർന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. അപ്പസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന ചില യാഗങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം: നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആ യാഗത്തിന് ജീവയാഗം എന്ന് കാണുന്നു. 2 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം: വിശ്വാസത്തിൻ്റെ യാഗം. വിശ്വാസം ഒരു യാഗമാണ്. അവിശ്വാസത്തെ ഭസ്മമാക്കിക്കൊണ്ട് വിശ്വാസത്തെ നാം ജീവിപ്പിക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. 3 ദാനധർമ്മയാഗം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം: നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകളിൽ നിന്ന് അതിന് യോഗ്യരായ വ്യക്തികളെ കാണുമ്പോൾ അവരുടെ നേരെ കൈകൾ നീട്ടി ആരും അറിയാതെ കൊടുക്കുന്നത് വിളംബരത്തിനല്ല, പേരും പ്രസ്താവവും ലഭിക്കേണ്ടതിന് വേണ്ടിയല്ല, മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞ് ഇന്നാൾ ഇത്ര കൊടുത്തു, സഭാ മുൻപാകെ പ്രത്യക്ഷപ്പെടുത്തി ഇന്നാൾ ഈ വർഷം ഇത്ര രൂപ കൊടുത്തു എന്നിത്യാദി ബാലൻസ് ഷീറ്റിൽ ഏറ്റവും മുകളിൽ പേര് വരേണ്ടതിന് വേണ്ടിയല്ല. കർത്താവ് പറഞ്ഞു, ഒരുവന് നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ അത് രഹസ്യത്തിലുള്ളതായിരിക്കണം. പരസ്യമായി പ്രസ്താവിച്ചാൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിച്ചുപോയി. രഹസ്യമായി ചെയ്യണം. ആ യാഗത്തെയാണ് ദാനധർമ്മയാഗം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:18. അടുത്തത് 4-ാമത്തെ വിധയാഗമാണ് സ്തോത്രയാഗം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം ആധാരമായി ലേവ്യ പുസ്തകം 7:12 സങ്കീർത്തനം 50:14 വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ദൈവം ചെയ്യുന്ന നന്മകൾക്കായി ഓരോ തവണ സ്തോത്രം 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 പറയുമ്പോൾ
അത് കൊമ്പും കുളമ്പുമുള്ള യാഗമൃഗങ്ങളെ കൊണ്ട് അർപ്പിക്കുന്ന ഒരു യാഗത്തെക്കാൾ ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അതിന് യാഗപീഠം വേണ്ട, യാഗമൃഗത്തെ കൊണ്ടൊന്ന് അറുക്കണ്ട, അതിൻ്റെ തോലിരിക്കണ്ട, അതിൻ്റെ രക്തമെടുത്ത് യാഗപീഠത്തിന് ചുറ്റും തളിക്കണ്ട, അതിനെ കഴുകി വെടിപ്പാക്കണ്ട, അതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വയറ് കീറി അതിൻ്റെ അകത്തെ അശുദ്ധ ഭാഗങ്ങൾ നീക്കേണ്ട, പിന്നീട് അതിൻ്റെ തോലും ചാണകവും കുടലും എല്ലാം പാളയത്തിന് പുറത്ത് കൊണ്ടുപോകേണ്ട. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നാവ് തുറന്ന് ഒരു സ്തോത്രം പറയുന്നത് ആ യാഗത്തെക്കാൾ ഉത്തമമാകുന്നു. അടുത്തത് അഞ്ചാമത്തേത്, നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും യാഗമാണ്. സ്തോത്രം നന്മ ചെയ്യുന്നതും മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നതും യാഗമാണ്. നന്മയാഗം, കൂട്ടായ്മയാഗം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:7. അടുത്തത് വിശുദ്ധ പൗലോസ് തന്നെ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ മുകളിൽ കണ്ട 5 യാഗങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുള്ളതാണ്. ആത്മീയ യാഗം അതിന് അദൃശ്യമാണ്. അതിന് കല്ലുകൊണ്ട് പണിതതോ അല്ലെങ്കിൽ ഖദിരമരം കൊണ്ട് പണിതതോ ആയ യാഗപീഠങ്ങളില്ല, മൃഗങ്ങളെ കൊണ്ടുവരുന്നില്ല, അറുക്കുന്നില്ല, അതിൻ്റെ രക്തം എടുക്കുന്നില്ല, അതിൻ്റെ മാംസം തീയിലിട്ട് ചുടുന്നതുമില്ല. ആത്മീയയാഗം അദൃശ്യമാണ്. അടുത്തത് ആദരാർപ്പണയാഗം. ഹോശേയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ നാവ് തുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ അധരത്തിൽ നിന്ന് അർപ്പിക്കപ്പെടുന്ന യാഗം. അടുത്തത് നീതിയാഗം. 51-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം. ഇതാണ് തിരുവചനത്തിൽ കാണുന്ന മറ്റ് ഇതര യാഗങ്ങളിൽ പ്രധാനപ്പെട്ട 8 വിധ യാഗങ്ങൾ. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 37 നാം കാണുന്ന 6 വിധ യാഗങ്ങൾ അർപ്പിക്കുന്നതിനുള്ള വിധിമുറകൾ അക്ഷരീകമാകുന്നത് പോലെ പുതിയ നിയമത്തിൽ നാം കാണുന്ന മുകളിൽ കണ്ടതും മറ്റ് ഭാഗങ്ങളിൽ കണ്ടതുമായ ആത്മീയാഗങ്ങൾ അർപ്പിക്കുന്നതിനും അഖണ്ഡിതമായ വിധിമുറകളുണ്ട്. അതിന് പുതിയ നിയമത്തിൽ നാം കാണുന്ന സ്തോത്രയാഗത്തിന് ന്യായപ്രമാണത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നിഴലായൊരു യാഗമത്രേ സമാധാനയാഗം അഥവാ താങ്ക്സ് ഗിവിംഗ് ഓഫറിംഗ്. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയാണ് അത്. അടുത്തതായി നമ്മൾ സ്തോത്രയാഗം അഥവാ താങ്ക്സ് ഗിവിംഗ് സാക്രിഫൈസ് അല്പമായി വിവരിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. മുകളിൽ കണ്ട 8 വിധ യാഗങ്ങൾക്കും വിധിമുറകളുണ്ട്. അതിൽ നമ്മൾ സ്തോത്രയാഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങളുടെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും നടുവിൽ യഹോവയായ ദൈവം കൊടുക്കുന്ന നന്മകൾ, ഉപകാരങ്ങൾ, അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ, അവരോ നടത്തുന്ന യുദ്ധത്തിൽ ജയിക്കുന്ന ജയം എന്നിവ പ്രാപ്യമാകുമ്പോൾ അവർ യഹോവയ്ക്ക് പകരമായി യഹോവയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന യാഗമാകുന്നു സ്തോത്രയാഗങ്ങൾ. ഒരിക്കൽ കൂടെ പറയാം. കുടുംബത്തിൻ്റെയോ വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ നടുവിൽ ദൈവം ഓരോ വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ രാജ്യത്തിനോ കൊടുക്കുന്ന ഓരോ നന്മകൾ, ഓരോരോ ഉപകാരങ്ങൾ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, അവരുടെ ദേശത്തിൽ വരുന്ന രോഗത്തിൽ നിന്ന് സൗഖ്യങ്ങൾ, അവർ ചെയ്യുന്നതോ അവരോട് ചെയ്യുന്നതോ ശത്രു യുദ്ധത്തിൽ ദൈവം കൊടുക്കുന്ന ജയം എന്നിവ ലഭിക്കുമ്പോൾ ദേശവ്യാപകമായും കുടുംബമായും വ്യക്തിപരമായും അർപ്പിക്കപ്പെടുന്ന യാഗങ്ങൾ, ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റുന്ന യാഗങ്ങൾ, അതാകുന്നു സ്തോത്രയാഗങ്ങൾ. സങ്കീർത്തനം 103 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവ ആരൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ആയിരുന്നു എന്ന് അനവധിയുള്ളതിൽ വിരലിൽ എണ്ണുന്ന ചിലത് മാത്രം എടുത്ത് ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് ആ വിഷയം വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ യഹോവയ്ക്ക് എന്ത് പകരം കൊടുക്കും? എന്തെല്ലാം ഉപകാരങ്ങളാണ് 103-ാം സങ്കീർത്തനത്തിൽ വായിച്ചില്ലേ യഹോവ സങ്കീർത്തനക്കാരന് ചെയ്തത്? അപ്പോൾ അതിന് പകരമായി ദൈവത്തിന് മൃഗങ്ങളെ കൊണ്ടുള്ള യാഗങ്ങളോ പണം കൊണ്ടുള്ള യാഗാർപ്പണമോ പര്യാപ്തമല്ല. അതുകൊണ്ട്
ദാവീദ് രാജാവ് തന്നെ സങ്കീർത്തനത്തിൽ എഴുതി, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം സകല ജനവും കാണുക വിളിച്ചപേക്ഷിക്കും. അഥവാ യഹോവയ്ക്ക് സ്തോത്രയാഗം കഴിക്കും, അല്ലെങ്കിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. 116 സങ്കീർത്തനം 12-13 വാക്യങ്ങൾ. യഹോവ ചെയ്ത ഉപകാരങ്ങൾ അക്ഷരീയമായത് എന്തൊക്കെയാകുന്നു എന്നൊന്ന് നോക്കുക. 1, പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചു. ജീവനുള്ളവരുടെ ദേശത്ത് സന്തോഷത്തോടും ജയത്തോടും കൂടെ നടത്തി. ഉന്നം തെറ്റാതെ കുന്തം ചാണ്ടിയാൽ ഏതിന്മേൽ കുന്തം ചാട്ടുന്നോ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ശൗലിൻ്റെ കുന്തമുനയുടെ മുൻപിൽ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണമാണ് ദാവീദ് രക്ഷപ്പെട്ടു. 3000 പടയാളികളെ വിട്ട് അവനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യയായ മിഖളിൻ്റെ വീട്ടിൽ വച്ച് അവനെ കൊന്നുകളയുവാൻ ശൗൽ കാര്യപരിപാടികൾ ഇണക്കി. ചിന്തിച്ചു നോക്കിയാൽ അഭിഷേകതൈലം വീണ് രാജാവാകേണ്ടവൻ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ താഴ്വരയിൽ കൂടി പോകുമ്പോൾ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, എനിക്കും മരണത്തിന് മധ്യേ ഒരു അടി മാത്രം. സാധാരണ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു കാൽ വെച്ച് അടുത്ത കാൽ വെക്കണമെങ്കിൽ 1.5 അടി തൊട്ട് ദൂരമുണ്ട്. പക്ഷേ അടുത്ത കാലടി വെക്കുന്നത് മരണത്തിലേക്കായി തീർന്നേക്കാം എന്നുള്ള അവസ്ഥയിൽ വരെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. തൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. നമുക്ക് ഒരു ഉപകാരമോ നന്മയോ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതിന് പകരമായി നാം ഒറ്റ വാക്കിലെങ്കിലും നന്ദി പറയുക പതിവല്ലേ? യാത്രയിൽ ലഭിക്കുന്ന നന്മയാകുന്നുവെങ്കിൽ ഫോൺ ചെയ്ത് നന്ദി പറയാറില്ലേ? പൂർവ്വകാലങ്ങളിൽ അതിന് എഴുത്തുകൾ എഴുതാറില്ലേ? താങ്ക്സ് ഗിവിംഗ് ലെറ്റർ. അതുപോലെ യഹോവയാൻ ദൈവം ഓരോരുത്തർക്കും അനുനിമിഷം ചെയ്യുന്ന നന്മകൾക്ക് പകരം ദൈവത്തിനർപ്പിക്കുന്ന നന്ദിയത്രേ പുതിയ നിയമ വിശുദ്ധന്മാരാകുന്ന രാജകീയ പുരോഹിത വർഗം അർപ്പിക്കുന്ന സ്തോത്രയാകും. ചിലപ്പോൾ ദൈവമക്കൾ സഭായോഗങ്ങളിലും മറ്റും വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അനർഹമായി ലഭിക്കുന്ന നന്മകൾ ഇന്നതാകുന്നുവെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന വിശ്വാസികളും കോരിത്തരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകും. അത് സ്തോത്രയാഗമാണ്. നിങ്ങളെല്ലാവരും ചേർന്ന് ദൈവം ചെയ്ത നന്മകൾക്കായി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് ശുശ്രൂഷകൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുമ്പോൾ കരമുയർത്തി സ്തോത്രം ചെയ്യുന്നത് ഒരു സ്തോത്രയാഗമാണ്. അവിടെയാണ് ഹോശേയ പ്രവചനം 14:1-2 നിറവേറുന്നത്. അപ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് അധരാർപ്പണം എന്ന കാളകൾ പുറപ്പെടും. പഴയ നിയമഭക്തന്മാരും ലേവ്യ പുരോഹിതന്മാരും ഏത് സന്ദർഭത്തിൽ ഏതൊക്കെ വിഷയങ്ങൾക്കാകുന്നു സർവോന്നതനായ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചതെന്ന് ചില ഉദാഹരണങ്ങൾ നോക്കുക. ഒരിക്കൽ കൂടെ, പഴയ നിയമഭക്തന്മാരും ലേവ്യ പുരോഹിതന്മാരും ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങൾക്കാകുന്നു സർവോന്നതനായ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചത്? 1, തൻ്റെ ജനമായിരുന്ന ഇസ്രയേൽ ജനത്തെ മിസ്രൈമിലെ ഇരുമ്പ് ചൂളയിൽ നിന്നും ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്നും ചെങ്കടൽ വഴിയാക്കി ചെങ്കൽപ്പാതയൊരുക്കി രക്ഷിച്ചതു മാത്രമല്ല, നീണ്ട 320 സംവത്സരത്തെ അടിമനുകം തകർത്ത് അടിമനുകത്തിൻ്റെ കാരണക്കാരനായ ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും അവൻ്റെ എണ്ണമറ്റ കുതിരകളെയും രഥങ്ങളെയും ചെങ്കടലിൽ തള്ളിയിട്ട് നശിപ്പിച്ചു. നാമാവിശേഷമാക്കിയത് അനുഭവിച്ച് നേരിൽ കണ്ട ജനം യഹോവയ്ക്ക് നന്ദി കരേറ്റി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ 15-ാം അധ്യായം 21 വരെയുള്ള 2 അധ്യായങ്ങളിൽ നീണ്ടുകിടക്കുകയാണ് സ്തോത്രയാഗങ്ങൾ. അവർ മിസ്രൈമിൽ വസിച്ചത് ഇരുമ്പ് ചൂളയായിരുന്നു എന്ന്, അയൺ ഫർണസ് ആയിരുന്നുവെന്ന് യിരെമ്യാവ് 11:4 വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്, ന്യായാധിപന്മാരുടെ കാലത്ത് അവരെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയ കനാന്യ രാജാവായിരുന്ന യാബീനെയും
അവൻ്റെ സൈന്യത്തെയും തോൽപ്പിച്ച് ജയം വരിച്ചപ്പോൾ യഹോവയ്ക്ക് സ്തോത്രഗാനം പാടി സ്തോത്രയാഗം അർപ്പിച്ചു. ഇസ്രായേൽ ജനങ്ങൾ രാജ്യവ്യാപകമായി. ന്യായാധിപന്മാർ 5-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 3. മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ച ശേഷം ദാവീദ് ദേശത്തു മടങ്ങി വന്നപ്പോൾ, യുദ്ധം നടന്ന യുദ്ധതാഴ്വരയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഇസ്രയേലിയ സ്ത്രീകൾ വാദ്യഘോഷത്തോടും പാട്ടോടും കൂടി യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിച്ചു. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 6-7 വാക്യങ്ങൾ. 4. ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അമ്മാവിയപ്പനാകട്ടെ, ഫെലിസ്ത്യ ശക്തികളാകട്ടെ, ദേശത്തുള്ള ശക്തികളാകട്ടെ, എല്ലാ ശക്തികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടിച്ചൊല്ലിയത്, അഥവാ സ്തോത്രയാഗം ആയിരുന്നു അത് അവൻ ചൊല്ലിയത്. എങ്ങനെ, എന്ത് എന്ന് വളരെ വിസ്തൃതമായ വിധത്തിൽ ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ ന്യായപ്രമാണത്തിലെ സങ്കീർത്തന പുസ്തകം 18-ാം സങ്കീർത്തനം 1 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 5. ദാവീദ് രാജ്യഭരണം ഏറ്റ ശേഷം യഹോവയുടെ പെട്ടകം അതിനായി അടിച്ചിരുന്ന കൂടാരത്തിൽ കൊണ്ടുവച്ച ശേഷം യഹോവയ്ക്ക് സ്തോത്രയാഗം അർപ്പിച്ചു പാടിയത് എന്തെന്നാൽ, ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രയാഗം തീരുന്നില്ല, തുടരുകയാണ്. അതുമാത്രമല്ല, ദാവീദ് രാജാവ് തൻ്റെ ദേശത്ത് യഹോവയാം ദൈവത്തിന് നിരന്തരമായി സ്തോത്രയാഗം അർപ്പിക്കേണ്ടതിന് ആസാഫിൻ്റെയും ഹേമാൻ്റെയും യദൂദിൻ്റെയും പുത്രന്മാരുടെ നേതൃത്വത്തിൽ സംഗീതജ്ഞന്മാരെയും സംഗീത സദസ്സിനെയും നിയോഗിച്ചു. ദിനവൃത്താന്തം 1-ാം പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 7. യെസ്കിയാവ് രാജാവ് തൻ്റെ കാലത്ത് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകളെ കൂറുകൂറുകളായി ഓരോരുത്തനെ അവരുടെ ശുശ്രൂഷ പ്രകാരം പുരോഹിതന്മാരെയും ലേവ്യരെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാനും യഹോവയുടെ പാളയത്തിൻ്റെ വാതിൽക്കളിൽ ശുശ്രൂഷിപ്പാനും സ്തോത്രം ചെയ്യുവാനും, അഥവാ സ്തോത്രയാഗം അർപ്പിപ്പാനും, ഇതും സ്തോത്രയാഗമത്രേ, അങ്ങനെയുള്ള സദസ്സിനെ, സംഘത്തെ നിയമിച്ചു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 31-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സ്ഥലനിവാസികളായിരുന്ന 8-ാമത്തെ കാര്യം, സമ്മിശ്ര ജാതികളുടെയും താൽക്കാലിക ഭരണാധികാരികളുടെയും അവഹേളനങ്ങളുടെയും എതിർപ്പുകളുടെയും നടുവിലും ആലയത്തിന് അടിസ്ഥാനമിടുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് എസ്രയും സംഘവും ഇസ്രയേൽ രാജാവായിരുന്ന ദാവീദിന്റെ ചട്ടപ്രകാരം, തോന്നിയതുപോലെയല്ല, പുതിയ നിയമം അനുസരിച്ചൊന്നുമല്ല, പഴയ നിയമത്തിൽ തന്നെ ദിനവൃത്താന്തം 1-ാം പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിനും വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഹ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി സ്തുതിയും സ്തോത്രയാഗങ്ങളും അർപ്പിച്ചു. നെഹമ്യാവും യെരുശലേം നഗരത്തിൽ പണി പൂർത്തീകരിച്ച ശേഷം പട്ടണമതിലിനു ചുറ്റും ശത്രുക്കൾ അസാധ്യമാക്കിയ ആ പ്രവൃത്തി തികച്ചതിനാൽ സ്തോത്രം പാടി പട്ടണത്തിന് പ്രദക്ഷിണം നടത്തി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചു. സ്തോത്രയാഗം പാടിയവരുടെ 2-ാം കൂറ് 10-ാമത്തെ കാര്യമാണ്. 1-ാം കൂട്ടരുടെ പിന്നിലെ വലിയ സംഘമായി പ്രമാണിക്കുന്നവരും ചേർന്ന് സ്തോത്രയാഗീതങ്ങൾ ഉച്ചത്തിൽ പാടി യഹോവയ്ക്ക് സ്തോത്രയാഗവും സ്തോത്ര സ്തുതികളും സന്തോഷത്തിന്റെ സ്വരവും ബഹുദൂരം കേൾക്കത്തക്കവണ്ണം പറഞ്ഞു. നെഹമ്യാവിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ. ഇതാണ് സ്തോത്രയാഗം. കർത്താവെ, തുടർന്നും അങ്ങയുടെ വചനം കേൾക്കുവാനും കേൾപ്പിക്കുവാനും ശ്രവിപ്പാനും ഗ്രഹിപ്പാനും കൃപ തരും. എല്ലാവരെയും തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പുത്രന്റെ ധന്യനാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.